ഹലോ, അപ്പം എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പം ഞാനിന്ന് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ കപ്പ ബിരിയാണി ഉണ്ടാക്കുകയാണ്. നമ്മുടെ കോട്ടയംകാരുടെ സ്റ്റൈലിലുള്ള കപ്പ ബിരിയാണിയാണ്. അതിനകത്ത് ഇത് കപ്പയ്ക്കകത്ത് മഞ്ഞളും വെള്ളവും ഒഴിച്ച് കപ്പ തിളപ്പിക്കുകയാണ്. വേകാൻ വേണ്ടി ഇനി സമയമുണ്ടത് പച്ചയാണ്. അപ്പോൾ തിളപ്പിക്കാൻ ഇനി ബാക്കി കിടക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സ് എന്നാന്ന് വെച്ചാൽ നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് കൂട്ടുവാനായിട്ട് നമ്മൾ തേങ്ങ വറുത്ത് 2 വറ്റൽമുളകും 3 കരിയാപ്പില എല്ലാം ഇട്ട് തേങ്ങ വറുക്കുകയാണ്. പിന്നെ മെയിൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, എല്ലും ഇറച്ചിയും കൂടെ മിക്സാണ്. ഇത് വെന്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് കൂട്ടുമ്പോഴത്തേനും ഞാൻ എല്ലാവരും കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയും ഇത് കണ്ടോ, എല്ല് കറി പിന്നെ ഈ തേങ്ങ വറുത്തതും എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടേ, കപ്പ ഇത് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചുകൊണ്ട് നല്ല മഞ്ഞ നിറമുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ എല്ല് അങ്ങോട്ട് ഇടുകയാണ്. ഇപ്പം തന്നെ വായിൽ നല്ല വെള്ളം ഊറുന്നുണ്ട്, കണ്ടോണം. ഇതിപ്പോൾ ഒരു 2 കിലോ എല്ലുണ്ട്. 2 കിലോ കപ്പയ്ക്ക് 2 കിലോ എല്ല്. അപ്പോൾ ഇത് ഞാൻ ഇടാവേ. ഇതുണ്ട്. ഇപ്പോൾ ഈ എല്ലെല്ലാം എല്ല് കറി കുറച്ച് ചാറും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടേ. ഇനിയിപ്പോൾ നമുക്ക് ഈ തേങ്ങയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. അപ്പോൾ ഇത് ഇതുപോലൊരു തുണി വെച്ച് പിടിച്ചിട്ട് ഇത് ശരിക്കും അങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ. ചവിക്കണം വെച്ച് ശരിക്കും ഇളക്കണം. ഇപ്പം ഞാൻ ശരിക്കും ഇങ്ങനെ ഇളക്കുവാണേ. തിരിച്ചു പിടിച്ച് ഇളക്കണമെന്ന് തോന്നുന്നു. കാരണം എന്നാലും നല്ലപോലെ ജോയിൻ്റ് ആവുള്ളൂ. ഇതാണ് മക്കളെ ഞങ്ങളുടെ കോട്ടയംകാരുടെ എല്ലും കപ്പയും. ഇത് ഫൈനൽ റിസൾട്ടായിട്ട് ഞാൻ പറയാവേ. അപ്പോൾ ഇത് ഫൈനൽ കപ്പയുടെ പരിവ് ഇതായി. കുറച്ച് വേവ് കുറവുള്ള കപ്പയാണ്. ഞാൻ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഈ പരുവത്തിലാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കപ്പയുടെ പരിവേ. അപ്പോൾ ബൈ.